രുചികണ്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മധുരമായിട്ടാണ്. ഇത് ഒരു 4 മണി പലഹാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് കുറച്ച് ദിവസം ഒരു 2-3 ദിവസമൊക്കെ നല്ല എന്താ പറയുക അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. അപ്പോൾ ഇതിന് വേണ്ട 2 ഇൻഗ്രീഡിയൻസ്, അതായത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് വേണ്ടത് പുഴുങ്ങലരി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരി വേണം. അതുപോലെ തന്നെ അത് എത്രയാണോ എടുക്കുന്നത് അതേ ഒരു അളവിൽ നമ്മളിവിടെ നിലക്കടലയും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിന് വേണ്ടതെന്നുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ 1 കപ്പ് നിലക്കടല എടുത്ത് ചൂടായ പാനിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചൂടാക്കി എടുക്കുകയാണ്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാം. നമുക്ക് തൊലി കളയാൻ എളുപ്പത്തിനാണ്. ഏതാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് പൊട്ടുന്ന ആ ഒരു സൗണ്ട് കേൾക്കാം. കരിയാൻ പാടില്ല കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒന്ന് ചൂട് തണിയാൻ വേണ്ടി വെക്കാം. നമുക്കിത് ചൂടൊന്ന് വിട്ടതിന് ശേഷം തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പുഴുക്കലരിയിലെ ചോറൊക്കെ ഉണ്ടാക്കുന്ന പുഴുങ്ങലരിയാണ്. ഇതും നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വറുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചൂട് തണിഞ്ഞിട്ടിനി ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ഇതൊന്ന് തണിയണം. അപ്പോൾ കടല തണിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കടലയെല്ലാം തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല പൊടിയായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് അല്ലാതെ കിടക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതും ഒന്ന് പൊടിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ വേണം. ഒന്ന് ചൂടാക്കണേ. ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പൊ തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചു. ഇനി വേറെ കുറച്ച് പരിപാടിയുണ്ട്. മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയാണ് എടുക്കുന്നത്. 1 കപ്പ് ശർക്കര നമ്മളൊന്ന് അലിയിച്ചെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം. ഒരു 1/2 കപ്പോളം വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അധികം ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണമെന്നുള്ളതെന്ന് വെച്ചാൽ അത് കുറച്ചാലും കുഴപ്പമില്ല. നമുക്കിത് ഉരുക്കിയെടുക്കാം. അപ്പം ഇത് പിന്നെ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അരിച്ചെടുക്കുകയാണ്. വല്ല പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ശർക്കര ഉരുക്കിയത് ഒന്ന് ചൂട് തണിഞ്ഞ് നമുക്ക് കുഴയ്ക്കാനൊക്കെ ഉള്ള ഒരു കൈവച്ച് കുഴയ്ക്കാനുള്ള ഒരു പാകമായി വരുമ്പോൾ കുറച്ച് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുമല്ലോ, ഉണ്ട പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പൊടി ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന പോലെ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം കുറച്ചാൽ മതി ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ. അല്ലെങ്കിൽ നല്ല സോഫ്റ്റായി എല്ലായിടത്തും ആ ശർക്കര പാനിയൊക്കെ പിടിച്ച് മധുരം പക്ഷേ കറക്റ്റാട്ടോ ഇത്ര തന്നെ വേണം. എന്തായാലും നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കുഴച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ.
ഉണ്ട റെഡി ആയിട്ടുണ്ട്. പിന്നെ കടലയും എന്താ അരിപ്പൊടിയും ശർക്കരയൊക്കെ നമ്മൾ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അളവ് എന്താ പറയുക തെറ്റി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിതിൽ നെയ്യൊന്നും ചേർത്തില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് നമുക്കിപ്പം നമ്മൾ തേങ്ങയൊക്കെ കുറച്ചൊന്ന് വറുത്തെടുത്തുകൊണ്ട് തന്നെ ഒരു 2 ദിവസമൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ശർക്കരപ്പാവ് ചേർക്കാതെ ഇങ്ങനെ കടലയും ഇതും പൊടിച്ച് വെച്ച് തേങ്ങയായാലും അവസാനം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അങ്ങനെയും ചെയ്യാം. തേങ്ങ കുറച്ചതാക്കി ശർക്കരയാക്കി അങ്ങനെയും ചെയ്തെടുക്കാം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.